നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി കഴിഞ്ഞ വർഷങ്ങളിൽ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഭരണഘടനയുടെ പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് 5 മാർക്കിന് അധികം ഒന്നും പഠിക്കാനില്ലാത്ത ഒരു ടോപ്പിക്കാണ്. ബാക്കി ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഭരണഘടന. പി എസ് സി തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ഇത് കാണുക. കാരണം നിങ്ങൾക്കൊരു ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ. നിങ്ങൾ റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1946 ഡിസംബർ 9. അടുത്തത്, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ആണ് പാർലമെന്റിനാണ് അധികാരമുള്ളത്. നാലാമത്തെ ചോദ്യം, നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് അല്ലെ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ധനനയവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നും ശരിയാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചായിട്ടാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആക്കി കുറച്ചത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആക്കി കുറച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 61ാം ഭേദഗതി. ഏത് വർഷമാണ്? 1989 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആക്കി കുറച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു? R വെങ്കിട്ടരാമനായിരുന്നു. അപ്പോൾ 1881 61ാം ഭേദഗതിയിലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചു. ഏത് അനുച്ഛേദത്തിലാണ് മാറ്റം വരുത്തിയതെന്ന് അറിയോ? ആർട്ടിക്കിൾ 326 മാറ്റം വരുത്തിയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമാണല്ലേ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ ദേശീയ ഗാനം എന്താണ്? ജനഗണമനയാണ് അല്ലേ. ജനഗണമനയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആദ്യം, ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. 51 സെക്കൻഡ് ആണോ? അല്ലല്ലേ, 52 സെക്കൻഡാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൻ്റെ ചുരുങ്ങിയ രൂപം ആലപിക്കാനായിട്ട് എത്ര സെക്കൻഡാണ് വേണ്ടത്? 20 സെക്കൻഡാണ് വേണ്ടത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 51 അല്ല, 52 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആണ് ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? മാലിനി ചൗധരി അല്ല, സരളാദേവി ചൗധുറാണിയാണ്. സരളാദേവി ചൗധുറാണിയാണ്
1911 INCയുടെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോൾ അതും തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല, രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം എഴുതിയത്. അപ്പോൾ ഇതും തെറ്റാണ്. ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരാണ്? ദേശീയ ഗീതം രചിച്ച ആളാണല്ലേ. അടുത്തത് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്തത് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അതായത് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാൻഡമസ് ആണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയായ ആനന്ദമഠത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 22 ഭാഷകളാണ് നിലവിലുള്ളത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരുന്നത്. അടുത്തത് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശം ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. അപ്പോൾ വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള 2 അവകാശങ്ങളാണ് കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്തത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 2002 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. ഇനി സ്വത്തിനുള്ള അവകാശത്തെ 1978 വർഷം ഏതാണ്? 1978 44ാം ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശത്തെ നീക്കം ചെയ്തു. ഇപ്പൊ സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ ഏതാണ്? 300A. ക്ലിയർ ആയല്ലോ. ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, നവംബർ 26. എന്നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്? നവംബർ 26-നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തായിരുന്നു കാര്യം? 1949 നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നവംബർ 26-ന് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഏത് വർഷം തൊട്ടാണ് ഇത് ആചരിച്ചു തുടങ്ങിയതെന്ന് അറിയോ? 2015 തൊട്ടാണ് ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭേദഗതിയാണ്? ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതിയാണ്. വർഷം ഏതാണ്? 42ന്റെ വർഷം ഏതാണ്? 1976. വർഷം ഏതാണ്? 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നത്. 1976 കേട്ടോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിലുള്ള സമത്വം പറയുന്നത് ആർട്ടിക്കിൾ 14-ലാണ്. അപ്പൊ ബാക്കി ആർട്ടിക്കിൾസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആർട്ടിക്കിൾ 19 എന്താണ്? നമ്മളുടെ 6,
മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 5 പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്താണെന്നറിയോ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതിർത്തി നിയന്ത്രണം എന്നിവയായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് സുഗതകുമാരി അല്ലെ. സുഗതകുമാരിയാണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി. ഇപ്പൊ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ് അല്ലെ. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. കറണ്ട് അഫെയർ ആണ്, അപ്ഡേറ്റ് ചെയ്തോളണം. 31ാമത്തെ ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതികൾ ഏത് വകുപ്പ് പ്രകാരമാണ് റിട്ട് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തായിരുന്നു. ആ കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് കമ്മിറ്റിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ എന്ന ആശയം എവിടെ ചേർത്തത്? ഭാഗം 4A കൂട്ടിച്ചേർത്തത്. ഭാഗം 4A. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 51A. 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 36ാമത്തെ ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. അത് അന്ന് 2025 കറണ്ട് അഫെയർ ആയിരുന്നു. അന്നത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരായിരുന്നോ? ഓപ്ഷൻ ഡി ആണ് ശ്രീമതി വിജയ ഭാരതി സയാനി. വിജയ ഭാരതി സയാനി ആയിരുന്നു അന്നത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ. പക്ഷെ ഇപ്പൊ നിലവിലെ നമ്മളുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ചെയർപേഴ്സൺ. ആക്ടിംഗ് ചെയർപേഴ്സൺ അല്ല, നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ചെയർപേഴ്സന്റെ അഭാവത്തിലായിരുന്നു ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ഉണ്ടാകുന്നത് അല്ലേ. നിലവിൽ ഇപ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, അദ്ദേഹമാണ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്തത്, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകള്: കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും ആവശ്യമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഈ സൂചനകൾ ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സൂചനകൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്ത ഏതാണ്?
നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ബന്ധമില്ലാത്തത് ഏതാണ്? നിങ്ങൾക്കറിയാലോ, ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നല്ലോ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്താണുള്ളത്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ് അല്ലേ? ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാണ് തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ. മൗലിക കടമകളാണ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇനി മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ 1976 42 ഭേദഗതിയായിരുന്നു. ഏത് ഭാഗത്താണ്? ഭാഗം 4 51A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ടാണ് കടമെടുത്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഈ പോയിന്റ് ആവശ്യം വന്നു, ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പോയിന്റുകൾ ആവശ്യം വന്നു. അപ്പോൾ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ലേ? അപ്പോൾ മൗലിക കടമകളൊക്കെ നോക്കി വെച്ചോളുക. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 അല്ലേ? ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലാണ്. ബാക്കി ഓപ്ഷൻസിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയാലോ. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32 ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 28 എന്താണ്? സർക്കാർ ഫണ്ട് ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. അടുത്തത്, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? 3 അല്ലേ? നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 ശരിയാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാക്കിയിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 106ാം ഭേദഗതി നിയമമാണ്. 2023 നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാണ് ഈ ഒരു നിയമത്തിന് പേരിട്ടിരിക്കുന്നത്. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് വർഷമായിരുന്നു? 2023 ഇത് 6-4 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്?
ഓപ്ഷൻ ബി ആണ് 2002 86 ഭേദഗതി. 2002 86 ഭേദഗതി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത്, ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നു. രണ്ടാമത്തത്, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. മൂന്നാമത്തത്, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നാലാമത്തത്, ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ ഇതില് 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് നമുക്ക് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 2 ശരിയാണ് അല്ലെ? എന്തായാലും അറിയാം 2 എന്ന് പറയുന്നത് ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അപ്പൊ 2 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ? എല്ലാത്തിലും 2 വന്നിട്ടുണ്ടല്ലേ. പിന്നെ നമുക്കറിയാവുന്നത് 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു. 21 വകുപ്പിലാണോ? അല്ലല്ലേ, 19A ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. 19A പറയുന്നത്. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലായി. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെയാണ്? യുദ്ധം, വിദേശാക്രമണം, പിന്നെ സായുധ കലാപം. ഈ യുദ്ധവും വിദേശാക്രമണവും മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 352 പ്രകാരം യുദ്ധവും വിദേശാക്രമണവും മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 19 മരവിക്കപ്പെടുന്നതാണ്. എന്നാൽ സായുധ കലാപത്തിന്റെ പേരിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 സ്വാഭാവികമായിട്ടും മരവിക്കപ്പെടുന്നതല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 34ാം ചോദ്യം, വിവരാവകാശ നിയമം 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. വിവരാവകാശ നിയമം 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഒന്നാമത്തത്, ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അപ്പോൾ ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആദ്യം അങ്ങനെയായിരുന്നു. 2019 ഭേദഗതി പ്രകാരം ഇത് 3 വർഷമാക്കി മാറ്റി. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ 2 തെറ്റാണ്. അടുത്തത്, പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിയാണ്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയമത്തിന് ശുപാർശ നൽകുന്നത്. ഇനി നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത്, വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകൾ, പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ ചുമതലകൾ. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. ആണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നില്ല, മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ മാറ്റിയത്. അടുത്തുള്ള 2ാമത്തത്, 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അത് ശരിയാണ്. 1978
44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അടുത്തത്, നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതും ശരിയാണല്ലോ. അപ്പൊ ഇതിന് ഉത്തരം വരുന്നത് 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. അടുത്തത്, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24. അതായത് ഇത് ഓർക്കാനായിട്ട് നമ്മൾ 1950 ജനുവരി 26-നാണ് നമ്മളുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ട് 2 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്തു? ദേശീയ ഗാനത്തെയും ഗീതത്തെയും അംഗീകരിച്ചു. അപ്പൊ അന്ന് നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ അന്ന് പാടാനായിട്ട് ദേശീയ ഗാനവും ദേശീയ ഗീതവും വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസം മുന്നേ ഈ 2 കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതില് 1947 ഓഗസ്റ്റ് 15 എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. 1949 നവംബർ 26 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നു. 1950 ജനുവരി 26 എന്നാണ്. 1950 ജനുവരി 26 എന്താണ്? ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്ത ദിവസമാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പറയുന്നത്? ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ എ ആണ്. 51A ഈ ദേശീയ പതാകയെ കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്തത് 38ാം ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏതാണ്? 1896 കൽക്കത്ത സമ്മേളനം. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ആലപിക്കുന്നത്. അടുത്തത്, അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 16ാം വകുപ്പാണ് അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 40ാം ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ടത് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. സത്യമേവ ജയത എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. സത്യമേവ ജയത എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യമാണ് ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. നമുക്ക് തെറ്റാണ് വേണ്ടത്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. അപ്പൊ അതും ശരിയാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ദിവസം എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26-ന് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ മൂന്നാമത്തത് തെറ്റാണ്. ഇനി, സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അത് ശരിയാണല്ലേ? സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഇതില് 3ാമത്തെ മാത്രമാണ് തെറ്റ് വരുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ആണ്. ഉപരാഷ്ട്രപതി. ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ? ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 13ാം ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്. പാർലമെന്റ് ആണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ. ചോദ്യം, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 6 വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണല്ലേ. 6 വർഷം കൂടുമ്പോൾ അതിലെ 1/3 ഭാഗം പിരിഞ്ഞു പോകുകയും പുതിയ അംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു.
15ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ബാക്കി ഓപ്ഷൻസിൽ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയാൻ ഒരു പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ അദ്ദേഹമാണ് പങ്കുവഹിച്ചത്. മൗലിക അവകാശങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ബാലഗംഗാധര തിലകനെ കുറിച്ച് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകമായിരുന്നു. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ നമ്മളുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണല്ലേ. 4 തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ്. ചോദ്യം ചോദിക്കട്ടെ, നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. അടുത്തത്, അതിൻ്റെ ആർട്ടിക്കിൾസ് എത്ര മുതൽ എത്ര വരെയാണ് അറിയോ? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ആർട്ടിക്കിൾസ് വരുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. അറിയാമല്ലേ, മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. അതും ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, തെറ്റാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് എടുത്തത്. അടുത്തത് 4ാമത്തത്, ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ളത്. 1, 2, 4 ശരിയായത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷമാണ് 1951. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 4ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. അതായത് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് തെറ്റാണ്. ശരി, ലക്ഷ്യപ്രമേയം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമാക്കി മാറ്റിയത്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. കറക്റ്റായത് ഏതൊക്കെയാണ്? ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗം, നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജി, ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ജോഡിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ? അപ്പോൾ ദൃഢവും അയവുള്ളതുമായ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണല്ലേ. ശരിയാണ്. ദ്വിമണ്ഡല സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. 2 മണ്ഡലമുണ്ട്, ലോകസഭയും രാജ്യസഭയും. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളും നമ്മുടെ സവിശേഷതയാണ്. 3ാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലേ. ഇന്ത്യയിൽ ഏക പൗരത്വവും ഏക ഭരണഘടനയുമാണുള്ളത്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന ഇല്ല. അപ്പോൾ 3 തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 4 സവിശേഷതയാണ്. 1, 2, 4 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏത് ഭരണഘടനാ സ്ഥാപനമാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, പാർലമെന്റിന്റെ ചുമതലകളാണ് ഈ 3 കാര്യങ്ങൾ.
ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നു, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം പാർലമെന്റിന്റെ ചുമതലകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അത് മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് മൗലിക അവകാശമാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സൗജന്യ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനമൊന്നും മൗലിക അവകാശങ്ങളിൽ പെട്ടതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒരു തവണ. ഒരേ ഒരു തവണയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. അത് ഏതാണ് വർഷം, ഏതാണ് ഭേദഗതി? 1976 42-ാം ഭേദഗതി. അങ്ങനെ തന്നെ പറയണം. 1976 42-ാം ഭേദഗതിയിലാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ഭേദഗതിയാണ്. അപ്പോൾ ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. അപ്പോൾ 1976 42-ാം ഭേദഗതി വഴി ആമുഖം ഭേദഗതി ചെയ്യുകയും ആമുഖത്തിൽ 3 വാക്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ 3 വാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത. ഈ 3 വാക്യങ്ങൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അതാണ് ഓർത്തു വെക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി ഓർത്തു വെച്ചോ. നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതി പറഞ്ഞത് ഏത് വർഷമായിരുന്നു? 1976 ആണ്. 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയിലാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിന്യായത്തിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും ഭേദഗതി ചെയ്യാമെന്നും സുപ്രീം കോടതി ചെയ്തപ്പോൾ അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? 4 അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ 19 വരുന്നത്? ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അല്ലേ? 6 തരം മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ഇഷ്ടതൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. 7ാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശമാണല്ലേ. ഇപ്പോൾ ഏത് ആർട്ടിക്കിളാണ് സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട്? ആർട്ടിക്കിൾ 300A ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ആണ്, അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ കടമെടുത്തത്. മൗലിക അവകാശങ്ങളെ കൂടാതെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടമെടുത്തിരിക്കുന്നത്? ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കം ചെയ്യൽ, ഇതെല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി രാജ്യങ്ങളിൽ നിന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു പോയാലോ. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഏതാണ് നമ്മൾ പ്രധാനമായിട്ടും കടമെടുത്തത്? മൗലിക കടമകളാണ് അല്ലേ. പിന്നെ പഞ്ചവത്സര പദ്ധതികളും സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നാണെങ്കിൽ റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതും 3ഉം ആമുഖത്തിൽ കൊടുത്തതും ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നിട്ടാണ്. പിന്നെ കാനഡയിൽ നിന്നിട്ട് എന്താണ്? ഫെഡറൽ സംവിധാനം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ അവശിഷ്ട അധികാരം, ഇതെല്ലാം കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇനി 9 മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിന് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കടമകളെക്കുറിച്ച്
ശുപാർശ നൽകുന്നതിനായി 1976 കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലേ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 10 നിലവിലിപ്പോൾ എത്രണ്ണമുണ്ട്? 11. ഏത് ആർട്ടിക്കിൾ ഏതാണ്? 51A. ഭാഗം ഏതാണ്? 4A. ഇനി 10 ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ പുതിയ കുറച്ച് ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.